കഥ. ഒരു ഓഡിയോയുടെ പ്രണയം. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ചെറിയ റേഡിയോ സ്റ്റേഷനിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്നത് വിജയായിരുന്നു. രാത്രി 10 മുതൽ പുലർച്ചെ വരെ അവന്റെ ലോകം മൈക്ക്, പാട്ടുകൾ, കേൾവിക്കാർ. അവനൊരു പ്രോഗ്രാം നടത്തും. രാത്രിയിലെ ശബ്ദങ്ങൾ. ആൾക്കാർ അവരുടെ കഥകൾ, ഓർമ്മകൾ, പ്രണയങ്ങൾ എല്ലാം വോയിസ് മെസ്സേജായി അയക്കും. വിജയ് അവ കേട്ട് പരിപാടിയിൽ പ്ലേ ചെയ്യും. ഒരു ദിവസം ഒരു പുതിയ ഓഡിയോ മെസ്സേജ് വന്നു. ഒരു പെൺകുട്ടിയുടെ ശബ്ദം. മൃദുവും ശാന്തവുമായ ശബ്ദം. ഹായ്, എന്റെ പേരറിയേണ്ടതില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നു. പക്ഷേ അവനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല. വിജയ് ആ ഓഡിയോ വീണ്ടും വീണ്ടും കേട്ടു. അവളുടെ ശബ്ദത്തിൽ എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. അവനത് തന്റെ ഷോയിൽ പ്ലേ ചെയ്തു. അടുത്ത ദിവസം വീണ്ടും ഒരു ഓഡിയോ. ഇന്നും ഞാൻ അവനെ കണ്ടു. അവൻ ചിരിച്ചു. എനിക്ക് പറയണമെന്ന് തോന്നി, പക്ഷേ ഞാൻ മിണ്ടാതിരുന്നു. ഇത് ദിവസങ്ങളോളം തുടരുന്നു. ഓരോ ദിവസവും അവളുടെ പുതിയ ഓഡിയോ. അവളുടെ കഥ, അവളുടെ പ്രണയം, അവളുടെ ഭയം. വിജയ് ആ ശബ്ദത്തോട് അടുപ്പമായി. അവൾ ആരാണെന്ന് അവൻ അറിയില്ല. പക്ഷെ അവളുടെ ശബ്ദം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ദിവസം വിജയ് തന്റെ ഷോയിൽ പറഞ്ഞു, നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും അവനോട് പറയണം. കാരണം ചില പ്രണയങ്ങൾ പറയാതെ പോയാൽ നഷ്ടമാകും. അടുത്ത ദിവസം ഓഡിയോ വന്നു. നന്ദി, ഞാൻ പറയാൻ ശ്രമിക്കും. അതിനുശേഷം നിശബ്ദത. ഓഡിയോ ഇല്ല, ശബ്ദമില്ല. വിജയ് ഓരോ ദിവസവും കാത്തിരുന്നു. ഒരു ദിവസം, 2 ദിവസം, 1 മാസം. ഒന്നുമില്ല. അവൻ മനസ്സിലാക്കി, ആ ശബ്ദം അവന്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. വർഷങ്ങൾ കടന്നുപോയി. വിജയ് ഇപ്പോഴും അതേ റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു. ഒരു ദിവസം ലൈവായി ഷോ നടത്തുമ്പോൾ സ്റ്റേഷനിൽ ഒരു ഗസ്റ്റ് എത്തി. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റുണ്ട്